എല്ലാവർക്കും നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. വെൽക്കം ടു ഫിസിക്സ് ക്ലാസ് ടുഡേ. ഇന്നത്തെ ഫിസിക്സ് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബലത്തെക്കുറിച്ചാണ് പഠിച്ചത്. ടുഡേ വി ഹാവ് ടു ഡിസ്കസ് ടു ടൈപ്സ് ഓഫ് ഫോഴ്സസ്. രണ്ട് തരം ബലങ്ങളെക്കുറിച്ച് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നു. വൺ ഈസ് കോണ്ടാക്ട് ഫോഴ്സ് ആൻഡ് അനദർ വൺ ഈസ് നോൺ കോണ്ടാക്ട് ഫോഴ്സ്. നോക്കൂ, ഞാനിവിടെ ഒരു എക്സാമ്പിൾ കാണിക്കാം. ഒരു ഓബ്ജക്റ്റ് ഇവിടെ വച്ചിട്ടുണ്ട്. ഇതൊരു പവർ ബാങ്കാണ്. ഇതിവിടെ വച്ചിരിക്കുകയാണ്. ഞാനിതിനെ നീക്കാൻ വേണ്ടി ഇതിലൊരു ബലം പ്രയോഗിക്കുന്നു. എൻ്റെ കൈ കൊണ്ട് ഇതിൽ സ്പർശിക്കുന്നു, കോണ്ടാക്റ്റ് വരുന്നു. സോ ഐ ഹാവ് കോണ്ടാക്റ്റ് വിത്ത് ദിസ് ഓബ്ജക്റ്റ് ആൻഡ് ഐ ആം അപ്ലൈയിങ് എ ഫോഴ്സ്. ഇറ്റ് മൂവ്സ്. ദിസ് ഈസ് കാൾഡ് കോണ്ടാക്ട് ഫോഴ്സ്. സമ്പർക്കം മുഖേന ഉണ്ടാകുന്ന ഫോഴ്സ്, കൊടുക്കുന്ന ഫോഴ്സ്, അതാണ് കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറയുന്നത്. ഒരു വാഹനത്തെ തള്ളുന്നു. വി ആർ പുഷിങ് എ കാർട്ട്, പുഷിങ് എ വാൾ, പുള്ളിങ് എ റോപ്പ്, പുഷിങ് എ ഡോർ. In all these we are applying a force by contact. So this is called contact force. Okay, then let us do another one experiment. See, you can see a magnet, a powerful magnet here, and a iron nail here. That what I am doing, I do not make it contact. ഇത് കോണ്ടാക്റ്റ് വരുത്താതെ തന്നെ ഈ മാഗ്നറ്റിനെ ഇതിൻ്റെ അടുക്കോട്ട് കൊണ്ടുവരാൻ പോവുകയാണ്. നോക്കൂ, ഇതിൻ്റെ അടുക്കോട്ട് കൊണ്ടുവരിക. എന്ത് സംഭവിക്കും നോക്കാം. Observe it carefully what happens. So without contact വരുന്നതിന് മുമ്പ് തന്നെ it attracts, it comes to touch this magnet. ഈ മാഗ്നറ്റിലേക്ക് അത് വന്ന് ഹിറ്റ് ചെയ്യുകയാണ്. ദിസ് ഈസ് നോൺ കോണ്ടാക്ട് ഫോഴ്സ്. ഒന്നുകൂടെ നോക്കൂ. സോ വിത്തൗട്ട് കോണ്ടാക്ട് ദിസ് മാഗ്നറ്റ് can make a force on this nail. സമ്പർക്കം കൂടാതെ തന്നെ, കോണ്ടാക്റ്റ് കൂടാതെ തന്നെ ഈ മാഗ്നറ്റിന് ഈ നെയിലിലേക്ക് ഒരു ബലം പ്രയോഗിക്കാൻ കഴിയും. ദറ്റ് ഈസ് കാൾഡ് നോൺ കോണ്ടാക്ട് ഫോഴ്സ്. സോ മാഗ്നറ്റിക് attractive force is non contact force. Then electrostatic force of attraction is also non contact force. നോക്കൂ, നമ്മളൊരു സ്കെയിൽ, ഞാനത് കാണിക്കുന്നില്ല. You have to do that experiment and post it to me so that I can share in our group. നിങ്ങൾ ആ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കുക. ചെയ്തിട്ട് അതിൻ്റെ ഒരു കൊച്ചു വീഡിയോ എടുത്ത് മൊബൈലിലെടുത്തിട്ട് എൻ്റെ പേഴ്സണൽ നമ്പറിലേക്ക് ഷെയർ ചെയ്യൂ. ഞാനത് നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാം. കുറച്ച് ആക്ടിവിറ്റി കൂടെ നമുക്കിനി ചെയ്യാം. കാരണം പുതിയ പാഠത്തിൽ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. ഓക്കെ, എന്താ ചെയ്യേണ്ടത്? ഒരു സ്കെയിൽ എടുക്കുക. സ്കെയിലോ ചീപ്പോ എടുത്തിട്ട് മുടിയിൽ നല്ലവണ്ണം ഉരസുക. അപ്പോൾ അതിനകത്ത് ഇലക്ട്രിക് ചാർജ് ഉണ്ടാകും. Due to that electrostatic force, it can attract small pieces of paper. കൊച്ചു പേപ്പർ കഷ്ണങ്ങളെ മുറിച്ചിട്ടിട്ട് അതിൻ്റെ മുകളിലോട്ടൊന്ന് കാണിക്കൂ. ഈ പേപ്പർ കഷ്ണങ്ങളിലോട്ട് ചാടി പിടിക്കുന്നതാണ്. വിത്തൗട്ട് കോണ്ടാക്ട് ദിസ് comb or that scale can apply a force on that small pieces of paper. That is why it comes up and touch to this scale. This is non-contact force. നോക്കൂ, an apple which drops from the apple tree to the ground without any force. So there is a force of attraction between the earth and the apple, which is non-contact force. ഒരു തെങ്ങിൻ്റെ മണ്ടയിൽ നിന്ന് തേങ്ങ ഞെട്ടറ്റ് താഴേക്ക് വീഴുന്നു. കാരണം എന്തിട്ടാണ്? ഭൂമി അതിലൊരു ആകർഷണ ബലം പ്രയോഗിക്കുന്നു. സോ അട്രാക്റ്റീവ് ഫോഴ്സ് ഓഫ് എർത്ത് ഓൺ ദാറ്റ് കോക്കനട്ട്, ദാറ്റ് ഈസ് വൈ ഇറ്റ് ഫെൽ ഡൗൺ. ദിസ് ഈസ് ആൾസോ നോൺ കോണ്ടാക്ട് ഫോഴ്സ്. ദർ ഇസ് നോ കോണ്ടാക്ട് ഫോഴ്സ്. അവിടെ ഒരു ചരടിട്ട് കെട്ടി വലിച്ച് താഴെ ഇടുകയല്ല. ഞെട്ടറ്റാൽ അത് താഴോട്ട് വരുന്നതിന് കാരണം ബിക്കോസ് ഓഫ് ദ അട്രാക്റ്റീവ് ഫോഴ്സ് ഓഫ് എർത്ത് ഓൺ ദാറ്റ് കോക്കനട്ട്. This is an example for non-contact force. So you have to collect some examples of contact force and non-contact force and write it in your science diary. It is there in your textbook. Textbookil adinte oru table undu. So you have to complete that table. Okay.
Then another one, frictional force. Another type of force that we have to discuss, frictional force. നോക്കൂ, ഞാൻ നേരത്തെ എടുത്ത കണക്ക് തന്നെ ഈ സബ്സ്റ്റൻസ് എടുക്കുകയാണ്, ഇവിടെ വയ്ക്കുകയാണ്. ഞാനിതിലൊരു ബലം പ്രയോഗിക്കുന്നു. ബലം പ്രയോഗിക്കുമ്പോൾ അത് മൂവ് ചെയ്യുന്നു അല്ലേ? ഏത് ഒബ്ജക്റ്റ് ആയാലും ശരി, ഒരു സർഫസിൻ്റെ ഉപരിതലത്തിൽ വേറൊരു സർഫസ് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ there is a force which opposes the motion of the object. Why? Because that force is due to these two surfaces. ഈ രണ്ട് സർഫസസുകൾ മുഖേന ഉണ്ടാകുന്ന ഒരു ഫോഴ്സാണ്. ഇതാ നമ്മൾ കൈ ഇങ്ങനെ അമർത്തി തിരുമുന്നു, കുറച്ചു നേരം കൈ തിരുമി നോക്കൂ, കൈ ചൂടാകും, ബിക്കോസ് ഓഫ് ഫ്രിക്ഷണൽ ഫോഴ്സ്. അപ്പോൾ ഇവിടെ ഈ കൈയുടെ പുറത്ത് മറ്റൊരു കൈ ഇങ്ങനെ അമർത്തി തിരുമുമ്പോൾ അല്ലെങ്കിൽ മൂവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ദീസ് ടു പാർട്ട് നമ്മൾ നോക്കുമ്പോൾ ഇത് മിനുസമെന്ന് തോന്നും. ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട്, ഇറ്റ് ഹാസ് സം ഫ്രിക്ഷൻ. ദെയർ ആർ സം ഹിൽസ് ആൻഡ് വാലീസ്. ഇവിടെ കുന്നുകളും കുഴികളും ഉണ്ട്, ഇവിടെയുണ്ട്. ഇത് തമ്മിൽ എന്ത് ചെയ്യും? ദ ഇൻ്റർലോക്ക് ഈച്ച് അതർ. അവ പരസ്പരം കൊളുത്തി പിടിക്കും. സോ ഇറ്റ് ഒപ്പോസസ് ദ മോഷൻ ഓഫ് ദ ഒബ്ജക്റ്റ്. സോ ദെയർ ഈസ് എ ഫോഴ്സ് parallel to this movement which opposes the relative motion of the object, which is due to the interlocking of hills and valleys. That force is called frictional force. ഇപ്പോൾ ഒരു വസ്തു മറ്റൊരു വസ്തുവിൻ്റെ ഉപരിതലത്തിലൂടെ നിരങ്ങി നീങ്ങുമ്പോൾ ആ രണ്ട് വസ്തുക്കളുടെയും ഉപരിതലത്തിലുള്ള കുന്നുകളും കുഴികളും പരസ്പരം കൊളുത്തിപ്പിടിക്കുന്നതിൻ്റെ ഫലമായിട്ട് ആ സ്പർശനതലത്തിന് സമാന്തരമായി അതിൻ്റെ ചലനത്തെ എതിർക്കുന്ന ഒരു ബലം ഉണ്ടാകും. ആ ബലത്തെ വിളിക്കുന്ന പേരാണ് ഘർഷണബലം. ഇറ്റ് ഈസ് കാൾഡ് വാട്ട്? ഫ്രിക്ഷണൽ ഫോഴ്സ്. ഇനി ഒരു വസ്തുവിൻ്റെ ഉപരിതലത്തിലൂടെ നീങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഫ്രിക്ഷണൽ ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്നത് കൈനറ്റിക് ഫ്രിക്ഷണൽ ഫോഴ്സ്. കൈനറ്റിക് ഫ്രിക്ഷൻ, ചലനം മുഖേന ഉണ്ടാകുന്ന ഫ്രിക്ഷൻ എന്നാണ് വിളിക്കുന്നത്. ഒരു വസ്തു വേറൊരു വസ്തുവിൻ്റെ ഇപ്പോൾ ഈ ഒരു വസ്തുവിനെ ഇതിൻ്റെ പുറത്തോടെ ഉരുട്ടുകയാണ്. അങ്ങനെ ഉരുളുമ്പോൾ ഉണ്ടാകുന്ന ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്നത് എന്താ വിളിക്കുക? റോളിംഗ് ഫ്രിക്ഷൻ. ഇപ്പോൾ ഒരു ബോൾ ഒരു സർഫസിൽ കൂടെ ഉരുട്ടുകയാണ്, അപ്പോഴുണ്ടാകുന്ന ഫ്രിക്ഷനെ നമ്മൾ പറയുന്നത് റോളിംഗ് ഫ്രിക്ഷൻ. ഒരു വസ്തു വെറുതെ ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോഴവിടെ ഒരു ഫ്രിക്ഷനുണ്ട്. ആ ഫ്രിക്ഷനെതിരെ നമ്മൾ ബലം പ്രയോഗിച്ചാലേ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ദാറ്റ് ഫ്രിക്ഷൻ ഈസ് കാൾഡ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. So different types of frictional force are there that we can discuss in the next class. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. പക്ഷെ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ ഫോഴ്സസ് ഏതൊക്കെയാണ്? ഫോഴ്സസ് കോണ്ടാക്ട് ഫോഴ്സും നോൺ കോണ്ടാക്ട് ഫോഴ്സും. സോ യു ഹാവ് ടു ഡു സം experiments relating to non-contact force and contact force, and also even in this frictional force, and take the small videos in your mobile phone and post it to me so that I can share it in our group. അപ്പോൾ അതെല്ലാവരും ചെയ്യണം. ഓക്കെ, താങ്ക് യു.